നിർണായകമായ കോടതി വിധിക്ക് ശേഷം ജനപ്രിയ നായകനായിരുന്ന ദിലീപും മലയാളികളുടെ സ്വന്തം ലാലേട്ടനും ഒന്നിച്ചെത്തുന്ന ഭയം ഭക്തി ബഹുമാനം എന്ന സിനിമയിലെ താരങ്ങളുടെ പ്രായമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. മാത്രമല്ല ഈ സിനിമയുടെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നീണ്ട 14 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജനപ്രിയ നായകൻ ദിലീപും നമ്മുടെ സ്വന്തം ലാലേട്ടനും ഒന്നിച്ചെത്തുന്നത്. അപ്പോൾ നമ്മുടെ സ്വന്തം ദിലീപും ലാലേട്ടനും അവസാനമായി ഒരുമിച്ച് അഭിനയിച്ച സിനിമ ഏതാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഓർമ്മയുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതിനോടകം നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ കണ്ട തിയേറ്ററും ഏതാണെന്ന് തീർച്ചയായിട്ടും ഒന്ന് മെൻഷൻ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഫസ്റ്റ് അശ്വന്ത് ലാലാണ്. അശ്വന്ത് ലാൽ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അശ്വന്ത് ലാലിൻ്റെ പ്രായം 32 ആണ്. അടുത്തത് ഉണ്ണി നായരാണ്. ഉണ്ണി നായർ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 82 ആണ്. അടുത്തത് ഗിബിൻ ഗോപിനാഥ് ആണ്. ഗിബിൻ ഗോപിനാഥ് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 41 ആണ്. നൂറിൻ ഷെരീഫാണ് അടുത്തത്. നൂറിൻ ഷെരീഫ് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ നൂറിൻ ഷെരീഫിൻ്റെ പ്രായം 26 ആണ്. അടുത്തത് ഷമീർ ഖാൻ ആണ്. ഷമീർ ഖാൻ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 33 ആണ്. അടുത്തത് നോബി മർക്കോസ് ആണ്. നോബി മർക്കോസ് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 42 ആണ്. അടുത്തത് വിജയ് മേനോൻ ആണ്. വിജയ് മേനോൻ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 62 ആണ്. അടുത്തത് സലീം കുമാർ ആണ്. സലീം കുമാർ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 56 ആണ്. അടുത്തത് ഷാജു ശ്രീധർ ആണ്. ഷാജു ശ്രീധർ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 50 ആണ്. അടുത്തത് റിയാസ് ഖാൻ ആണ്. റിയാസ് ഖാൻ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 52 ആണ്. അടുത്തത് ദേവനാണ്. ദേവൻ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 71 ആണ്. അടുത്തത് ബിജു പപ്പനാണ്. ബിജു പപ്പൻ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 56 ആണ്. അടുത്തത് മണിയംപിള്ള രാജു ആണ്. മണിയംപിള്ള രാജു ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 69 ആണ്. അടുത്തത് ഫഹീം സഫർ ആണ്. ഫഹീം സഫർ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 34 ആണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം ഈ സിനിമയുടെ തിരക്കഥാകൃത്ത് ഫഹീം സഫറും നൂറിൻ ഷെരീഫുമാണെന്ന്? ഇതറിയാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ തന്നെ നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഈ സിനിമ റെക്കമെൻഡ് ചെയ്യുമോ, അല്ലെങ്കിൽ ഫാമിലി ഓഡിയൻസിന് സ്യൂട്ട് ചെയ്യുന്ന സിനിമയാണോ ഇതെന്ന് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ റീവാച്ച് വാല്യൂ ഉള്ള സിനിമയാണോ എന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അല്ല, നിങ്ങൾ ഈ സിനിമ കാണാത്തവരാണെങ്കിൽ ട്രെയിലറും റിവ്യൂസും കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പ്ലാൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏത് തിയേറ്ററിലാണ് ഇത് പ്ലാൻ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തത് അശോകനാണ്. അശോകൻ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അശോകൻ്റെ പ്രായം 65 ആണ്. അടുത്തത് റെഡിൻ കിങ്സ്ലി ആണ്. റെഡിൻ കിങ്സ്ലി ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 48 ആണ്. അടുത്തത് സിദ്ധാർത്ഥ് ഭരതനാണ്. സിദ്ധാർത്ഥ് ഭരതൻ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 45 ആണ്. അടുത്തത് ശരണ്യ പൊന്നവനാണ്. ശരണ്യ പൊന്നവൻ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 55 ആണ്. അടുത്തത് ബൈജു സന്തോഷ് ആണ്. ബൈജു സന്തോഷ് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 55 ആണ്. അടുത്തത് ബാലു വർഗീസ് ആണ്. ബാലു വർഗീസ് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 36 ആണ്. അടുത്തത് സാൻഡി മാസ്റ്റർ ആണ്. സാൻഡി മാസ്റ്റർ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 38 ആണ്. അടുത്തത് നമ്മുടെ ലാലേട്ടനാണ്. ലാലേട്ടൻ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ ലാലേട്ടൻ്റെ പ്രായം 65 ആണ്. അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ ആണ്. ധ്യാൻ ശ്രീനിവാസൻ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 36 ആണ്. അടുത്തത് വിനീത് ശ്രീനിവാസൻ ആണ്. വിനീത് ശ്രീനിവാസൻ ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 39 ആണ്. അടുത്തത് ദിലീപാണ്. ദിലീപ് ഈ സിനിമയിൽ അഭിനയിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രായം 58 ആണ്.
അടുത്തത് നമ്മുടെ 2 താരങ്ങളാണ്. ഏകദേശം ഡിസംബർ 13 വരെ ഇവരുടെ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വിക്കിപീഡിയയിലുണ്ടായിരുന്നു. ടൊവിനോ തോമസും ബേസിൽ ജോസഫുമാണ് ഈ സിനിമയിൽ അവർ ക്യാമിയോ റോളിൽ വരുന്നു. അവരുടെ കഥാപാത്രങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇതിൽ അഭിനയിക്കുമ്പോൾ ടൊവിനോയുടെ പ്രായം 36ഉം ബേസിൽ ജോസഫിൻ്റെ പ്രായം 35ഉമാണ്. ദിലീപ് മോഹൻലാൽ കോംബോ നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്തോ? ഇവരെ ഒരുമിച്ച് കണ്ടപ്പോൾ നിങ്ങൾക്ക് നൊസ്റ്റാൾജിക് ഫീൽ ഉണ്ടായിട്ടുണ്ടോ? കമൻറ്റിൽ ഒറ്റ വാക്കിൽ പറയൂ, ഈ സിനിമ ഹിറ്റ് അല്ലെങ്കിൽ ആവറേജ് എന്ന്. അപ്പോൾ ഈ ദിലീപിൻ്റെ ഒരു സ്ട്രോങ് കംബാക്കായി ഈ സിനിമയെ കാണാൻ സാധിക്കുമോ? റീസെൻറ്റ് കോർട്ട് ഡിസിഷൻസ് എല്ലാം കഴിഞ്ഞ് പ്രേക്ഷകർ ദിലീപിനെ വീണ്ടും അക്സെപ്റ്റ് ചെയ്തോ? ഇത് കരിയർ കംബാക്ക് ആണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ജസ്റ്റ് അനദർ മൂവി മാത്രമാണോ? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും ചാനൽ ആദ്യമായിട്ട് കാണുന്നതിന് ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.